കോങ്കോ അവരുടെ 1974 ശേഷമാണ് കോങ്കോ ലോകകപ്പ് കളിക്കാനെത്തുന്നത്. ആ ദീർഘകാലത്തിന് ശേഷം അവരുടെ രണ്ടാമത്തെ മാത്രം ലോകകപ്പാണ്. പക്ഷേ പോർച്ചുഗലിനെ പോലെ വലിയൊരു ടീമിനെതിരെ വമ്പൻ പ്രകടനമാണ് കഴിഞ്ഞ തവണ അവർ കാഴ്ചവെച്ചത്. ആ സ്റ്റാർട്സിലേക്ക് നമുക്കൊന്ന് പോവുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലെ അവസ്ഥ ഇതായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. പോർച്ചുഗൽ തുടക്കത്തിലെ യാവോ നെവസിലൂടെ ഗോൾ നേടിയതാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് വലിയൊരു ഗോൾ വർഷമാണ്, പക്ഷെ അതുണ്ടായില്ല. ഒടുവിൽ ഗോൾ നില ഇതായിരുന്നു. 1-1 തരത്തിൽ അവർ പിടിച്ചു കെട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ആകെ രണ്ട് ടീമുകളും എതിർത്തത് 3 വീതം ഷോട്ടായിരുന്നു. അതിൽ പോർച്ചുഗൽ 3-2 അതായത് 3 ഓൺ ടാർഗറ്റ് ഷോട്ട്സ് ഉണ്ടായിരുന്നു. കോങ്കോയ്ക്ക് 2 എണ്ണമാണ്. അതിലൊന്ന് ഗോളാവുകയും ചെയ്തു. ബോൾ പൊസഷൻ അതാണ് എടുത്തു പറയേണ്ടത്. 75% പന്ത് കൈവശം വെച്ചത് പോർച്ചുഗലാണ്. വെറും 25% മാത്രമാണ് കോങ്കോയ്ക്ക് പന്ത് കൈവശം വെക്കാനും അല്ലെങ്കിൽ പാസുകളുടെ എണ്ണത്തിലും ഒക്കെ തന്നെ വളരെ പിന്നിലായിരുന്നു കോങ്കോ. പക്ഷേ കിട്ടിയ അവസരം ആ 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകളിൽ 1 അകത്ത് കയറ്റാനായതോടുകൂടി പോർച്ചുഗലിനെ പോലെ ഈ ലോകകപ്പിലെ കിരീട ഫേവറേറ്റ്സുകളിൽ ഒരു ടീമിനെ പിടിച്ചു കിട്ടി എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് കളിയിൽ ഉടനീളം പന്ത് കൈവശം വെച്ചിട്ടും അത് ഗോളാക്കി മാറ്റാൻ പോർച്ചുഗലിനായില്ല എന്നത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.